ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ പോർഷൻസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ അവസാനത്തെ ഒരു പോർഷനാണ് ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സ് എന്നത് അത് തന്നെ ഒരു വലിയൊരു പോർഷനാണെന്ന് പറയാം. ഇത് തന്നെ ഒരുപക്ഷെ 20 മാർക്കിനുള്ള ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ പോലും നമുക്ക് ഇഷ്ടംപോലെ എഴുതാനായിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത്. അതിൽ ബേസിക്കലി ഈ 8 ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതെല്ലാം പഠിക്കണം, എല്ലാം കാര്യമായിട്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ ഇത് മുഖ്യതും യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഓപ്പറേറ്റേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് മാത്രമായിട്ട് ഒരുപക്ഷെ 10 മാർക്കിന് ചോദിക്കാം. 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് പോയിന്റ്സ് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് എഴുതാൻ മാത്രമായിട്ട് അത്ര ഒരുപാട് പോയിന്റ്സ് കാണും. അപ്പോൾ അതിനേക്കാൾ ചുരുക്കി നമുക്ക് 10 മാർക്കിനായിട്ട് എഴുതേണ്ടി വരും. അതല്ല 20 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാര്യമായിട്ടൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യമായിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റേഴ്സ് 8 ടൈപ്പ് ഉണ്ട്. നമുക്ക് എല്ലാം കൂടെ ഒരു വീഡിയോ കൊണ്ട് പറഞ്ഞു തീർക്കത്തില്ല. ഇന്ന് ആദ്യത്തെ ഒരു 3-4 നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സ് പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ഒന്ന് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോക്കുക. 2+5 എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓപ്പറേറ്റർ ഏതാണ്? 2 ആണോ, പ്ലസ് ആണോ, 5 ആണോ? ഇതിൽ ഏതാണ് ഈ ഓപ്പറേറ്റർ എന്നറിയപ്പെടുന്ന സാധനം? ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പ്ലസ് സിമ്പിളിനെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ പ്ലസ് സിമ്പിളിന് ഒരു മീനിങ് ഉണ്ട്. അതായത് 2 ഡിജിറ്റ്സ് തമ്മിൽ സം ചെയ്യുക എന്നതാണ് ഈ ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലസിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ വരുന്ന സിമ്പിളിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പഠിക്കാൻ പോകുന്നത് ഇതിലെല്ലാം പഠിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ വെറൈറ്റി ഓഫ് സിമ്പിൾസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിലുള്ള ഓരോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഓരോ സിമ്പിൾസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആ സിമ്പിൾസിനെയാണ് ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ സിമ്പിൾ ഉപയോഗിച്ച് ഏതൊക്കെ ഡിജിറ്റ്സിനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്നത്, ആ ഡിജിറ്റ്സ് അല്ലെങ്കിൽ ആ വേരിയബിൾസിനെയാണ് നമ്മൾ ഓപ്പറൻസ് എന്ന് പറയുന്നത്. ഇവിടെ 2+5-ൽ പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. ഈ 2-വിനെയും 5-വിനെയാണ് നമ്മൾ ഓപ്പറൻസ് എന്ന് പറയുന്നത്. ഓപ്പറൻറ്റ് എന്ന് നമ്മൾ ഈ 2-വിനെയും 5-വിനെയാണ് പറയുന്നത്. ഇത് ഒരു പക്ഷേ ഡിജിറ്റ്സ് ആവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും വേരിയബിൾസ് ആവാം. അപ്പോൾ ഈ വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിമ്പിളിനെ നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയും. ആ വേരിയബിൾസ് അല്ലെങ്കിൽ ആ ഡിജിറ്റ്സിനെ ഓപ്പറൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, മനസ്സിലാക്കാനായിട്ട്, അത്രയേ ഉള്ളൂ. ഇനി ഈ ഓപ്പറേറ്റേഴ്സിന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതാണ് യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ. ഈ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമുക്ക് എക്സാമിന് ചോദിക്കത്തില്ല. കാരണം ഇത് നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള രീതിയിലല്ല ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. ഈ യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ. ഈ സംഭവം എന്ത് ബേസ് ചെയ്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറൻറ്റിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരെണ്ണേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് അതിനെ യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതേസമയം ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ 2 ഓപ്പറൻസ് കാണും. അതിനെയാണ് ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ കാണിച്ചതുപോലെ ഈ പ്ലസ് എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേറ്ററാണ്. കാരണം അത് വർക്ക് ചെയ്യണമെങ്കിൽ 2 ഓപ്പറേറ്റർ വേണം. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലസ് എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേറ്ററാണ്. പ്ലസ് ആയിരുന്നാലും മൈനസ് ആയിരുന്നാലും മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നാലും ഡിവിഷൻ ആയിരുന്നാലും അതെല്ലാം ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്താണ് വരുന്നത്. കാരണം അത് വർക്ക് ചെയ്യാനായിട്ട് 2 ഓപ്പറൻസ് വേണ്ടി വരും. നമ്മൾ ഈ വരുന്ന ക്ലാസിഫിക്കേഷനിൽ തന്നെ ഈ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ബൈനറി ഓപ്പറേറ്റേഴ്സിൻ്റെ അകത്താണ് വരുന്നത്. ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ ബൈനറി ഓപ്പറേറ്റർ എന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ഇങ്ങനത്തെ ഓപ്പറേറ്റേഴ്സൊക്കെ. അതേസമയം ഈ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആ സംഭവം യൂണറി ഓപ്പറേറ്ററിലാണ് വരുന്നത്. കാരണം അതിന് ഒരു ഓപ്പറൻറ്റേ ഉള്ളൂ. ആ ഒരു ഓപ്പറൻറ്റ് മാത്രം മതി ആ ഓപ്പറേഷൻ അവിടെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പറൻറ്റ് മാത്രം വരുന്നതിനെയാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അത് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ എല്ലാം ആ കാറ്റഗറിയിൽ വരുന്നതാണ്. അതേസമയം 3 ഓപ്പറൻറ്റ് വരുന്ന ഓപ്പറേറ്ററാണ്, 3 ഓപ്പറൻസ് വെച്ച് വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നമ്മളിവിടെ പഠിക്കുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ആക്ച്വലി ടെർണറി ഓപ്പറേറ്ററാണ്. കാരണം അത് വർക്ക് ചെയ്യണമെങ്കിൽ 3 ഓപ്പറൻസ് വേണ്ടി വരും. അങ്ങനെ 3 ഓപ്പറൻസ് ഉള്ള ആ ഓപ്പറേറ്ററിനെയാണ് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ മാത്രമാണ്. നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് ഓപ്പറേറ്ററിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് കൂടെ എഴുതാനാകും. അതായത് അരിത്മെറ്റിക് ഓപ്പറേറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് ബൈനറി ഓപ്പറേറ്റർ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു പോയിന്റ് എഴുതാം. അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് യൂണറി ഓപ്പറേറ്റർ എന്നൊരു പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് ടെർണറി ഓപ്പറേറ്റർ എന്നൊരു പോയിന്റ് എഴുതാം. അങ്ങനെ അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് എഴുതാൻ വേണ്ടിയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമാണിത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ എണ്ണം മാത്രം പഠിച്ചാൽ മതി. യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറൻറ്റേ കാണും. ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ 2 ഓപ്പറൻറ്റ് കാണും.
ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ 3 ഓപ്പറൻറ്റ് കാണാം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിരുന്നാൽ മതി. പിന്നെയാണ് നമുക്ക് ആവശ്യമുള്ള മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷനെ പറ്റി പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ജസ്റ്റ് ഇവിടെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ അകത്ത് ബേസിക്കലി 5 ഓപ്പറേറ്ററാണുള്ളത്. അതിനകത്തെ പ്ലസ് അഡീഷന് വേണ്ടിയുള്ളത്, പിന്നെ വരുന്നത് മൈനസ് സബ്സ്ട്രാക്ഷന് വേണ്ടിയുള്ളത്, പിന്നെ വരുന്ന ഈ സ്റ്റാറിൻ്റെ സിമ്പൽ ആസ്റ്റർസ്റ്റിക് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറിൻ്റെ സിമ്പൽ അത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് സ്ലാഷ് എന്ന് പറയുന്ന ആ ഒരു സിമ്പൽ അത് ഡിവിഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത, അതായത് ഈ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടില്ലാത്തവർ ആദ്യമായിട്ട് കാണുന്ന പെർസെൻറ്റേജിൻ്റെ സിമ്പൽ, ഇത് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല ഇത് ഉപയോഗിക്കുന്നത്. ഇത് അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത് റിമൈൻഡർ എത്രയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ്. ഒരു 2 നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ എത്ര കിട്ടും എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ പെർസെൻറ്റേജ് സിമ്പൽ യൂസ് ചെയ്യുന്നത്. അതിനെ മോഡുലോ ഡിവിഷൻ എന്നാണ് ആ പെർസെൻറ്റേജ് സിമ്പലിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ മോഡുലോ ഡിവിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ പെർസെൻറ്റേജ് സിമ്പലാണ്. അത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2 നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നു എന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയാണ്. അതായത് 10% 3 എന്ന് ചെയ്താൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ 1 ആണ്. അപ്പോൾ ആ റിമൈൻഡർ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്ന ആ ഓപ്പറേറ്ററാണ് ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതിന് മോഡുലോ ഡിവിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് ആദ്യമായിട്ട് പഠിക്കുന്നവർ ഈ ഒരു സംഭവം പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. പിന്നെ ഈ ഡിവിഷൻ്റെ ഈ കാര്യം അറിയാമല്ലോ, 5/2 എന്നായിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 5/2ൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 5/2ൻ്റെ ആൻസർ 2 ആണോ? അല്ല, 5/2 എന്ന് പറയുന്ന ആൻസർ 2.5 ആണ്. പക്ഷേ പ്രോഗ്രാമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം 5/2 എന്ന് പറഞ്ഞാൽ ആൻസർ 2 ആണ്. നമ്മൾ C പ്രോഗ്രാമിംഗ് ആയിരുന്നാലും C++ ആയിരുന്നാലും അതിന് 5/2 എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്, 2.5 അല്ല. അതിൻ്റെ റീസൺ എന്താണ് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 5/2 എന്ന് പറഞ്ഞാൽ 2 ആണ് പ്രോഗ്രാമിങ്ങിൽ, അല്ലാതെ 2.5 എന്ന് എഴുതി വെച്ച് കളയരുത്. എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പം പറഞ്ഞുതരാം. അപ്പോൾ ഡിവിഷനെ പറ്റി നമുക്ക് ജസ്റ്റ് 1-2 പോയിൻറ്റ്സ് ഇവിടെ പറയാം. ഞാനിവിടെ AVG എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലാണ് ഡിക്ലെയർ ചെയ്തത്. എന്നിട്ട് AVG = അതായത് ആവറേജ്, അതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് AVG എന്നുള്ളത്. അപ്പം AVG = 5/2 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ കൊടുത്തു. അപ്പം ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 5/2 എന്നതിൻ്റെ ആൻസർ എന്തായിരിക്കും? 5/2ൻ്റെ ആൻസർ 2 ആണ്. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ, പ്രോഗ്രാമിങ്ങിൽ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 2 ആണ്. അതെന്തുകൊണ്ടായിരിക്കും? ഞാനിവിടെ AVG എന്ന് പറയുന്ന വേരിയബിളിനെ ഇൻറ്റീജർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5/2 എന്നതിൻ്റെ ആൻസർ 2.5 വന്നാലും 2 എന്ന വാല്യൂ മാത്രമേ അതിലോട്ട് സ്റ്റോർ ചെയ്യാനൊക്കെയുള്ളൂ. AVG എന്ന് പറയുന്ന വേരിയബിളിൽ 2 എന്ന വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. 2.5 സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല. കാരണം അതൊരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലാണ്. അപ്പോൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലായതുകൊണ്ട് എന്തായാലും ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂ സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കും? ഈ AVG എന്നുള്ളതിനെ നമുക്ക് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ നമ്മൾ AVG ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് AVG = 5/2 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്താലും AVG എന്ന് പറയുന്ന വേരിയബിളിൽ 2 എന്ന വാല്യൂ ആയിരിക്കും കയറി സ്റ്റോർ ആവുന്നത്. അപ്പം നമ്മൾ ആലോചിക്കുക അതെന്തുകൊണ്ടാണ് ഇവിടെ AVG എന്ന് പറയുന്ന വേരിയബിൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണല്ലോ നമ്മൾ സ്റ്റോർ ചെയ്തത്. എന്നിട്ടും 5/2 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് 2 എന്ന ആൻസർ ആണല്ലോ വന്നത്, AVG = 2 എന്നാണല്ലോ വന്നത് എന്ന് നമ്മൾ കാര്യം ചോദിക്കും. സംഭവം ആക്ച്വലി എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, ഒരു ഇൻറ്റീജറിനെ മറ്റൊരു ഇൻറ്റീജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ആൻസറും ഒരു ഇൻറ്റീജർ തന്നെയായിരിക്കും. അത് C ആയിരുന്നാലും C++ ആയിരുന്നാലും ഇങ്ങനെ ഒരു റൂളാണ് പ്രോഗ്രാമിങ്ങിൽ ഫോളോ ചെയ്യുന്നത്. ഒരു ഇൻറ്റീജറിനെ മറ്റൊരു ഇൻറ്റീജർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരവും കിട്ടുന്ന ആൻസറും ഒരു ഇൻറ്റീജർ തന്നെയായിരിക്കും. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഡെസിമൽ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഒക്കത്തില്ല. ഇവിടെ 5/2 എന്ന് പറഞ്ഞാൽ 5ഉം ഒരു ഇൻറ്റീജറാണ്, 2ഉം ഒരു ഇൻറ്റീജറാണ്. അപ്പോൾ 2 ഇൻറ്റീജേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു നമ്പർ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ വേണം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കുക, ഇവിടെ സെയിം ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, AVG എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ 5.0/2 എന്നാണ് ഞാനിവിടെ കൊടുത്തത്. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ 2.5 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന. AVG എന്ന് പറഞ്ഞ വേരിയബിളോട് സ്റ്റോർ ചെയ്യുന്ന 2.5 എന്ന വാല്യൂ ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 5.0 എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇതൊരു ഇൻറ്റീജർ നമ്പർ അല്ല, ഇത് ആക്ച്വലി 5 ആണ്, അതൊരു ഇൻറ്റീജർ ആണ് എങ്കിൽ പോലും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത് 5.0 എന്നാണ് എൻ്റർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതൊരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ ആയി.
അപ്പോൾ അങ്ങനെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂവും ഒരു ഇൻറ്റീജറും കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ തന്നെ ആൻസറായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഡിവിഷൻ വരുമ്പോൾ ഒരു ഇൻറ്റീജറിനെ വേറൊരു ഇൻറ്റീജർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ കിട്ടുന്ന ആൻസറും ഇൻറ്റീജർ വാല്യൂ തന്നെ ആയിരിക്കും. അതല്ല എങ്കിൽ ഇതിലേതെങ്കിലും ഒരു നമ്പർ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ കൊടുക്കണം. ഒന്നുകിൽ 5നെ 5.0 എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ 2ന് പകരം 2.0 എന്ന് കൊടുക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ വന്നാൽ മാത്രമേ കിട്ടുന്ന ആൻസറും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാവും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. ഞാനത് ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 10/3 എന്ന് കൊടുത്താൽ ആൻസർ 3 എന്നേ കിട്ടൂ. അതേസമയം 10.0/3 എന്ന് പറഞ്ഞാൽ ആൻസർ 3.33 എന്ന് പറയും. അതുപോലെ തന്നെ 10/3.0 എന്ന് കൊടുത്താലും 3.33 എന്ന് വരും. അപ്പം നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ 10/3 എന്ന് പറഞ്ഞാൽ ആൻസർ 3 ആയിരിക്കും. കാരണം അത് ഇൻറ്റീജർ നമ്പറിനെ മറ്റൊരു ഇൻറ്റീജർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരവും ഇൻറ്റീജർ നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ അവിടെ 10% 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് മോഡുലോ ഡിവിഷൻ എന്നാണ് അതിൻ്റെ പേര്. പെർസെൻറ്റേജ് എന്ന് പറയുന്ന സിമ്പിളിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ മോഡുലോ ഡിവിഷനാണ്. അപ്പോൾ ഈ മോഡുലോ ഡിവിഷൻ ഈ പെർസെൻറ്റേജ് സിമ്പിൾ അപ്ലൈ ചെയ്യണമെങ്കിൽ 2 ഓപ്പറൻസും, അതായത് ഈ 2 നമ്പേഴ്സും ഇൻറ്റീജർ നമ്പർ തന്നെ ആയിരിക്കണം. ഇൻറ്റീജർ നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന റിമൈൻഡർ എടുക്കാൻ മാത്രമേ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഈ മോഡുലോ ഡിവിഷൻ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ട് സാധിക്കൂ. 2 ഇൻറ്റീജർ നമ്പേഴ്സ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ആ ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന റിമൈൻഡർ എത്രയെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കൂ ഈ ഒരു പ്രോസസ്സ് വഴി. അതല്ല ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള 2 നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേറെ മെത്തേഡുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പഠിപ്പിക്കാം. അതല്ലാതെ ഈ പെർസെൻറ്റേജ് സിമ്പിൾ ഉപയോഗിച്ച് റിമൈൻഡർ കണ്ടെത്തണമെങ്കിൽ ഈ 2 നമ്പേഴ്സും ഇൻറ്റീജർ നമ്പേഴ്സ് തന്നെ ആയിരിക്കണം. ഇൻറ്റീജർ നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എടുക്കാൻ വേണ്ടി മാത്രമേ ഈ പെർസെൻറ്റേജ് സിമ്പിളിന് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ മോഡുലോ ഡിവിഷൻ അപ്ലൈ ചെയ്യേണ്ടത് ഇൻറ്റീജർ നമ്പേഴ്സിന് മാത്രമാണ്. ഇൻറ്റീജർ നമ്പേഴ്സിന് മാത്രമേ ഈ ഒരു മോഡുലോ ഡിവിഷൻ പെർസെൻറ്റേജ് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ച് റിമൈൻഡർ എത്രയാണെന്ന് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടുതലൊന്നും ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇതെന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഇത് കാര്യമായിട്ട് പഠിക്കുക. ഈ 4-5 സിമ്പിൾസും പഠിക്കുക. ഇതിനെ പറ്റിയുള്ള 1-2 സെൻറ്റൻസ് വീതം പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഇവിടെ 6 എണ്ണം ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിമ്പിൾസാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ എന്ന് പറയുന്ന അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സിമ്പിൾ. ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് ഗ്രേറ്റർ ദാൻ, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത് ഈസ് ഈക്വൽ ടു, ഇത് ഈസ് നോട്ട് ഈക്വൽ ടു. അപ്പോൾ ഇതിനെല്ലാം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയാണ് ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് കിട്ടണം. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ന്യൂമറിക്കൽ വാല്യൂ ഒന്നുമല്ല. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ A ലെസ് ദാൻ B എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സത്യം പറഞ്ഞാൽ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും പോലെയാണ്. ഈസ് A ലെസ് ദാൻ B എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും പോലെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾക്ക് ഈസ് A ലെസ് ദാൻ B എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഇതിനെ ഈസ് F ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു G എന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അതിന് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂമറിക്കൽ വാല്യൂ അല്ല. ഇതിന് A ലെസ് ദാൻ B ആണോ അല്ലയോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എഫിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു G ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അതാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. അല്ലാതെ വേറെ ന്യൂമറിക്കൽ വാല്യൂ ഒന്നും അല്ല. A ലെസ് ദാൻ B എന്ന് ചോദിക്കുമ്പോൾ 5 6 ഒരു ഔട്ട്പുട്ടൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. A ലെസ് ദാൻ B ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ആണ് എന്നായിരിക്കും ആൻസർ, അല്ലെങ്കിൽ അല്ല എന്നായിരിക്കും ആൻസർ. അപ്പോൾ അതായത് ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് വരുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് വെച്ചിട്ടായിരിക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ഔട്ട്പുട്ട് വരേണ്ട അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് കമ്പയർ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ വേരിയബിൾസിനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷനൊക്കെ ഇങ്ങനത്തെ എക്സ്പ്രഷൻ A+B ഗ്രേറ്റർ ദാൻ C എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും പോലെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഈസ് A+B ഗ്രേറ്റർ ദാൻ C എന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും പോലെയാണ് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. A+B ഗ്രേറ്റർ ദാൻ C ആണ് എങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അതല്ല A+B ഗ്രേറ്റർ ദാൻ C അല്ല എങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് എന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ട്രൂ ഓർ ഫാൾസ് ഔട്ട്പുട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് ഈ ഒരു റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്.
അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാം. ഇത് ഈസ് നോട്ട് ഈക്വൽ ടു എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ എക്സ്ക്ലമേഷൻ മാർക്കും ഈക്വൽ ടു എന്ന സംഭവം കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്ന ഈസ് ഈക്വൽ ടു എന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, എ ഈക്വൽ ടു 5ഉം എ ഈക്വൽ ടു 5ഉം. ഇതിൽ ഈ ഈക്വൽ ടു എന്ന് പറയുന്ന ആ സംഭവമാണ് റിലേഷണൽ ഓപ്പറേറ്റർ ആയിട്ട് വരുന്നത്. ഈ എ ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഈ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. സെപ്പറേറ്റ് ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്ററാണ് ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ആ കാണുന്ന അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് ഈ കാണുന്ന എ ഈക്വൽ ടു 5ലെ ഈക്വൽ ടു എന്ന് പറയുന്നത്. ഇത് എ ഈക്വൽ ടു 5. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ നടക്കുന്നത്, ഈ 5 എന്ന് പറയുന്ന വാല്യൂ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സേവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന വാല്യൂ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എ ഈക്വൽ ടു 5 എന്ന് പറയുന്നത്. അതേസമയം ഈ സ്റ്റേറ്റ്മെൻറ്റ് എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. എയുടെ വാല്യൂ ഈക്വൽ ടു 5 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ എ ഈക്വൽ ടു 5 എന്ന് പറയുന്നത്. അതായത് എ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ, ആൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഈക്വൽ ടു 5 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ എ ഈക്വൽ ടു 5 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഇപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിളിൽ 5 എന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ട്രൂ ആയിരിക്കും. അതേസമയം എ എന്ന് പറയുന്ന വേരിയബിളിൽ 5 അല്ല, ഇപ്പം 10 എന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇത് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഫാൾസ് ആയിരിക്കും. അപ്പം ഈ എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഈക്വൽ ടു 5 ആണോ അല്ലയോ എന്ന ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ മീനിങ്. ഈ എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്ന വാല്യൂ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക, എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ എ ഈക്വൽ ടു 5 എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം. ഇനി അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് നോക്കാം. ലോജിക്കലും അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും ഉണ്ട്. ആദ്യം നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 3 എണ്ണമേ ഉള്ളൂ. നിങ്ങൾ ആൾറെഡി പഠിച്ചാണ്, ഈ +2-ലോ ഫിസിക്സിലൊക്കെ നിങ്ങളിത് പഠിച്ചതാണ്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട് എന്നൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഈ ലോജിക്കൽ ആൻഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന 2 ആൻഡിൻ്റെ സിമ്പൽ ഉപയോഗിച്ചാണ്. ലോജിക്കൽ ഓർ റെപ്രസെൻ്റ് ചെയ്യുന്ന 2 ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻ, 2 ലൈൻ ഉപയോഗിച്ചാണ്. ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് അത് ഉപയോഗിച്ചാണ് ലോജിക്കൽ നോട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെ എ ലെസ് ദാൻ ബി ആൻഡ് എ ലെസ് ദാൻ സി എന്നിവിടെ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓരോ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. എ ലെസ് ദാൻ ബി എന്നതും എ ലെസ് ദാൻ സി എന്നതും ഓരോ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് രണ്ടാമതൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ 2 കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ലോജിക്കൽ ആൻഡ് എന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ലോജിക്കൽ ഓറും അതിനു വേണ്ടി തന്നെ 2 കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിന് തമ്മിലൊന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മൊത്തം ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ എ ലെസ് ദാൻ ബി എന്നതിന് ഒരു ഔട്ട്പുട്ട് ഉണ്ട്, ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നായിരിക്കും എ ലെസ് ദാൻ ബി എന്ന കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട്. അതുപോലെ തന്നെ എ ലെസ് ദാൻ സി എന്നതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഈ 2 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അതാണ് ഈ ലോജിക്കൽ ആൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 കണ്ടീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അതിനാണ് ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത്. അതേസമയം ലോജിക്കൽ ഓർ എന്ന് പറഞ്ഞാൽ ഈ 2 കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി, ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ലോജിക്കൽ ഓർ എന്ന് പറയുന്നത്. ഒന്നുകിൽ ഈ ഒരു കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയാൽ മതി. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയാൽ തന്നെ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതേസമയം ഈ കേസിലാണെങ്കിൽ ഇത് ലോജിക്കൽ ആൻഡ് ആണ്. ഈ ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്ന ഈ ഒരു മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആവണമെങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ടും ട്രൂ ആവണം, ഈ കണ്ടീഷൻ ഔട്ട്പുട്ടും ട്രൂ ആവണം. 2 കണ്ടീഷൻ്റെ ഔട്ട്പുട്ടും ട്രൂ ആയാൽ മാത്രമേ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആവുകയുള്ളൂ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഫാൾസ് ആണെങ്കിൽ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിക്കൽ ആൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ലോജിക്കൽ ഓർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ലോജിക്കൽ ആൻഡ് ആണെങ്കിൽ 2 കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയാൽ മാത്രമേ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിലാണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയാൽ മതി, മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് കിട്ടും. അതാണ് ലോജിക്കൽ ഓർ. ഈ ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അതാണ് ഈ ലോജിക്കൽ നോട്ട് എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫാൾസ് ആയിരിക്കും.
അതേസമയം ഈ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ഈ ലോജിക്കൽ നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമുക്ക് തരുന്നത്. അപ്പോൾ ഇതൊക്കെ ചില സിറ്റുവേഷൻ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഒരാവശ്യം വരുമ്പോഴാണ് ഇങ്ങനത്തെ റിലേഷനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരുമിച്ച് യൂസ് ചെയ്ത് അതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയാണ് ഈ ലോജിക്കൽ ആൻഡും ലോജിക്കൽ ഓറും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ലോജിക്കൽ ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ആൻഡിൻ്റെ സിമ്പിളാണ്, ഒരു ആൻഡിൻ്റെ സിമ്പിളല്ല, രണ്ട് ആൻഡിൻ്റെ സിമ്പിളാണ്. ലോജിക്കൽ ഓർ എന്ന് പറഞ്ഞാൽ രണ്ട് വെർട്ടിക്കൽ ലൈൻ അതിൻ്റെ സിമ്പിളാണ്. ഈ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീബോർഡിലുണ്ട്, ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ സിമ്പിൾ കീബോർഡിലുണ്ട്. അപ്പോൾ അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇതിനെപ്പറ്റി നമ്മൾ ആൾറെഡി പഠിച്ചു. ഈ ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ പറ്റിയുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ടു സിമ്പിളാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈക്വൽ ടു സിമ്പിൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ എക്സാമ്പിൾ നോക്കുക. A = 586 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഈ 586 എന്ന ഇൻറ്റീജർ നമ്പറിനെ, ഇൻറ്റീജർ വാല്യൂവിനെ A എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഈക്വൽ ടു സിമ്പിൾ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ വാല്യൂവിനെ A എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്യണം. അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണിത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ടു സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണെന്ന് പറയാം, ഒരു എക്സ്പ്രഷൻ ആണെന്ന് പറയാം. Z + 10 × A എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ്. ആ എക്സ്പ്രഷൻ സോൾവ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ടിനെ B എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക. അതിനാണ് ഈ ഈക്വൽ ടു സിമ്പിൾ ഉപയോഗിക്കുന്നത്. ഈ C = SQRT5 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തൊരു വാല്യൂ കൊടുത്തിരിക്കും. അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് കണ്ടെത്തി ആ കിട്ടുന്ന വാല്യൂവിനെ C എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഈക്വൽ ടു അസൈൻമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഈ സിമ്പിൾ ഉപയോഗിക്കുന്നത്. ഇവിടെ D = C എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ C എന്നുള്ളത് സിംഗിൾ കോട്ട്സിൻ്റെ അകത്താണ് കൊടുത്തിട്ടുള്ളത്. അതായത് C എന്ന് പറയുന്ന ക്യാരക്ടറിനെ D എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക എന്നൊരു ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഈ ഡാറ്റയെ ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈ ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിൻ്റെ ആണല്ലോ ഈക്വൽ ടു സിമ്പിൾ. അപ്പോൾ ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പോയിൻറ്റും കൂടെ ഞാനിവിടെ പറയാം. ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോയിൻ്റാണ്. ബിഗിനേഴ്സ് അത്രത്തോളം ശ്രദ്ധിക്കണമെന്നില്ല. ഒരുപാട് നല്ലോണം പ്രോഗ്രാമിംഗ് അറിയാവുന്ന സ്റ്റുഡൻസാണ് ഈ ഒരു സംഭവമൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ സം = സം + I എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈക്വൽ ടു സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിലും ആ ഒരു വേരിയബിൾ വരുന്നുണ്ട്. ആ സെയിം വേരിയബിൾ തന്നെ ഈക്വൽ ടു സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിൽ ആദ്യമേ തന്നെ വരുന്നുണ്ട്. അപ്പോൾ സം = സം + I എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ചെറുതാക്കി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സം + I എന്ന് നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കി എഴുതാം. അതായത് ഇവിടെ ഈക്വൽ ടു എന്ന സിമ്പിൾ വന്നു, I എന്നുള്ളത് ഈ വേരിയബിൾ കഴിഞ്ഞിട്ടാണ് ഈ I എന്ന് പറയുന്ന സിമ്പിൾ വരുന്നത്. നമ്മൾ ഈ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്ന വേരിയബിളിനെ ഒരു തവണ എഴുതുന്നു, സംബന്ധം എഴുതുന്നു. എന്നിട്ട് ഈ രണ്ടാമത് വരുന്ന ഓപ്പറേറ്ററിന് ആദ്യം എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഈക്വൽ ടു ഇടുന്നു. എന്നിട്ട് ഈ എക്സ്ട്രാ വരുന്ന വേരിയബിളിന് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നു. സം = സം + I വേണമെങ്കിൽ നമുക്ക് സം + I എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ ചെറുതാക്കി എഴുതാം. അതുപോലെ തന്നെ A = A-1 എന്ന ഇക്വേഷനെ നമുക്ക് വേണമെങ്കിൽ A - = 1 എന്ന് നമുക്ക് ചെറുതാക്കി എഴുതാം. ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. നല്ലപോലെ ഈ പ്രോഗ്രാമിംഗ് അറിയാവുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ പ്രോഗ്രാമേഴ്സൊക്കെയാണ് ഇങ്ങനെ ചെറുതാക്കി കോഡൊക്കെ എഴുതുന്നത്. കാരണം അവർക്ക് എന്തായാലും ഇത് കാണുമ്പോൾ മനസ്സിലാവും. വളരെ ചെറുതാക്കി ഇത്രയും വളരെ ഡീറ്റെയിൽ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള കോഡ് എഴുതുന്നതിന് വരെ കുറച്ച് ചെറുതാക്കിയ കോഡൊക്കെ നിങ്ങൾക്ക് എഴുതാനൊക്കെ പറ്റും. അതിനുവേണ്ടി ഒരു ഷോർട്ട് ഫോം എന്ന രീതിയിലാണ് ഇങ്ങനെ എഴുതുന്നത്. ഇവിടെ ഇപ്പം A = A എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെ കാണുമ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഒരു സിൻടാക്സ് എറർ ആണെന്ന്. സിൻടാക്സ് എറർ അല്ല. ഈ ഇക്വേഷൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ എഴുതാം. A = A × A. ഈ A = A × A എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ഈ A* = A എന്നിങ്ങനെ എഴുതിയത്. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി കംപ്രസ് ചെയ്തൊക്കെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നല്ലവണ്ണം അറിയാമെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ നിങ്ങൾ എഴുതി പഠിച്ചാൽ മതി. പ്രോഗ്രാമിംഗ് നല്ലവണ്ണം അറിയാവുന്ന സ്റ്റുഡൻസാണ് സാധാരണ ഇങ്ങനെയൊക്കെ എഴുതുന്നത്. എന്തായിരുന്നാലും ഇങ്ങനൊരു സംഭവം കണ്ടാൽ ഇതൊരു സിൻടാക്സ് എററാണ്, ഇതൊരു മിസ്റ്റേക്കാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഇവിടെ സം + I എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ അതിൻ്റെ അർത്ഥം സം = സം + I എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ A - = 1 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ A = A-1. അപ്പോൾ ഈ A എന്ന് പറയുന്ന ആ സെയിം വേരിയബിൾ ഈ ഈക്വൽ ടു സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ കംപ്രസ് ചെയ്ത് ഇങ്ങനെ ചെറുതാക്കി എഴുതുന്നത്. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ അതൊരു സിൻടാക്സ് എററാണ് എന്ന് കരുതിയിരിക്കരുത്. അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി നിങ്ങൾ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ A* = A എന്ന് പറഞ്ഞാൽ A = A × A എന്നാണ് അതിൻ്റെ മീനിങ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ബിഗിനേഴ്സ് മനസ്സിലായില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നിർബന്ധമായി ഇങ്ങനെ ചെറുതാക്കി എഴുതണം എന്നൊന്നുമില്ല. ഇതിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതാറുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ 4 ഓപ്പറേറ്റേഴ്സ്, ടോട്ടൽ 8 ഓപ്പറേറ്റേഴ്സാണുള്ളത്. അതിൽ 4 ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള 1-2 ഓപ്പറേറ്റേഴ്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.